ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയി ഇപ്പം ഒരു 9:45 ഉണ്ട്. നമ്മുടെ ക്യാൻഡലിൻ്റെ ക്ലോസും കിട്ടിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനും ഡ്രോ ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പം മാർക്കറ്റിൽ ഇത് ഞാൻ കരുതുന്നത് ഇന്നലത്തെ ആ ഒരു വലിയൊരു ഫോളിന് ശേഷം ഒരു റിട്രേസ്മെൻറ്റ്, അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം കാണിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് എൻട്രി എടുക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ഇവിടെ ഈ ഒരു പോർഷൻ വരെ വല്ലതും മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMI നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ EMIക്ക് ക്രോസ് ഓവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ EMIക്ക് ക്രോസ് ഓവർ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ അത് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ബൈ സൈഡ് താഴെ നിന്നാണ് ക്രോസ് ഓവർ എന്നുണ്ടെങ്കിൽ മേളിലേക്കാണ് അപ്പ് സൈഡാണ് മൊമെൻറ്റം എന്നാണ് എൻ്റെ ഒരു ഫൈൻഡിങ്സിലുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റഡീസ് പ്രകാരം ഉള്ളത്. ഇതൊന്നും ആരും പറഞ്ഞല്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ച് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ബൈ എൻട്രി ആണ് മാർക്കറ്റ് ഒരിത് കൊണ്ട് കാണിക്കുന്നത്. പിന്നെ നമ്മളുടെ ഒരു കൺവിക്ഷനും ഇതും വച്ചിട്ട് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഒന്നില്ലെങ്കിൽ ഡൗൺ സൈഡ് എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ചെയ്യേണ്ടി വരും. കാരണം രണ്ട് ഇൻഡിക്കേറ്ററും അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ കണ്ട, ഒന്ന് CPRൻ്റെ സപ്പോർട്ട് ഏരിയയിലാണ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും സെല്ല് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ EMIയുടെ ക്രോസ് ഓവർ വെച്ച് മാർക്കറ്റ് അവിടുന്ന് മേലിലോട്ട് പോകാനാണ് ചാൻസ്. സോ ഇവിടെ എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ചെയ്യേണ്ടി വരും. ഏതായാലും ബൈ എൻട്രി EMIയുടെ ക്രോസ് ഓവർ ഉണ്ടെങ്കിൽ കൂടെ ഞാൻ ബൈ സൈഡ് ഒരു എൻട്രി നോക്കുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു കൺവിക്ഷൻ ഇന്നലത്തെ റിട്രേസ്മെൻ്റ് ആണ് ഇത് നടക്കുന്നത്. മാർക്കറ്റ് താഴോട്ടാണ് പോവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ EMIയുടെ ഈ പറഞ്ഞ പോലെ EMIയുടെ ഇതും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. വലിയ റിസ്ക് എടുക്കണ്ട. നമുക്ക് ഏതായാലും നമുക്ക് മാർക്കറ്റിൽ നോക്കിയിട്ട് ജസ്റ്റ് ക്വാണ്ടിറ്റി കുറച്ചെടുക്കാം. അപ്പം ലോസ് വരുവാണെങ്കിലും അത്യാവശ്യം വലിയൊരു ലോസ് വരാതിരിക്കട്ടെ. ഇന്നലെ ഒരു ബ്രദർ കമൻറ്റ് ചെയ്ത് ചോദിക്കണ കണ്ടു, ഇതെങ്ങനെയാണ് ഹൊറിസോണ്ടൽ ലൈനിൻ്റെ കൺസെപ്റ്റ് എന്ന്. ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ കൺസെപ്റ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ക്യാൻഡിലിൻ്റെ ഫോർമേഷന് ശേഷം ആ ക്യാൻഡിലിൽ നമ്മൾ ഫിബോയെ പ്ലോട്ട് ചെയ്ത് അതിൻ്റെ 0.6% ആണ്. അപ്പോൾ ഇതൊരു ബേസിക്കായ കാര്യമായി മാറി. ഇപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മളിത് അത് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർത്താണ് അത് പറയാത്തത്. സോ അങ്ങനെ ഡൗട്ട് തോന്നുവാണെങ്കിൽ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 170 വീഡിയോസോ 160 എങ്ങാണ്ട വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു മാർക്കറ്റിൽ, യൂട്യൂബിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുമ്പോൾ ഇപ്പം നമ്മളുമൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അങ്ങനെയല്ല, നമ്മളൊക്കെ ഈ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ്ലി കാണുമായിരുന്നു. സോ അങ്ങനെ കാണാൻ ശ്രമിക്കുക. അപ്പോഴേ നമുക്ക് ഇപ്പം എൻ്റെ അല്ല എല്ലാവരുടെയും കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും മനസ്സിലാവും. അതിനെ നമ്മൾ മാർക്കറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, വേറെ. അപ്പോൾ ഇതാട്ടെ മാർക്കറ്റ് നമ്മുടെ ലൈനിൻ്റെ അടുത്ത് നിന്ന് എത്ര ദൂരം പോയിരിക്കുന്നു. സോ ഇനിയിപ്പം നമ്മൾ ഇത്രയും ലോങ് വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് സ്റ്റിൽ ഞാനൊരു ബൈ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി മാർക്കറ്റ് ഇവിടുന്ന് താഴത്തോട്ട് വല്ലതും വരുവാണെങ്കിൽ, നമ്മുടെ ലൈനിൻ്റെ ആ ഏരിയയിൽ വരുവാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ട്രേഡേഴ്സ്, മാർക്കറ്റിൽ അടുത്ത ക്യാൻഡിലിൻ്റെയും ക്ലോസ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് കുറച്ച് നേരം പേഷ്യൻസ്ലി വെയിറ്റ് ചെയ്തു. മാർക്കറ്റിൽ നമ്മളുടെ ലൈനിനെ ജസ്റ്റ് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തു. ആ ടച്ച് ചെയ്ത സമയത്ത് തന്നെ ഞാൻ താഴത്തോട്ട് എടുത്തപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ലോസ് ആണല്ലോ. 4000 ലോസ് കാണിക്കുന്നല്ലോ. ജസ്റ്റ് എടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ആ ടാർഗറ്റും ജസ്റ്റ് എടുത്തപ്പോൾ തന്നെ നല്ലൊരു ലോസ്. 4000 ലോസ്. സാധാരണ എടുത്താലും ഒരു 1000 വരെയൊക്കെയാണ് ലോസ് കാണിക്കാറുള്ളത്. സാരമില്ല. ഇപ്പോൾ ഏതായാലും നമുക്ക് മേളിലേക്ക് മാർക്കറ്റ്, ലൈൻ്റെ മേളിൽ തന്നെ മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ട്രേഡിൽ മാനുവലി എക്സിറ്റ് ചെയ്തേക്കാം. കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട. കാരണം ഓക്കെ താഴത്തോട്ട് വരുന്നുണ്ട്. നമ്മുടെ ലൈൻ്റെ മേലിലാണ് മാർക്കറ്റ് ക്ലോസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാതെ നമുക്ക് അവിടെ തന്നെ എക്സിറ്റ് ചെയ്തേക്കാം. ഏതായാലും ഞാനൊന്ന് നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്യാം. പെട്ടെന്ന് ചെയ്യേണ്ടി വരും, കാരണം നല്ല വോൾട്ടൈലിറ്റി ഉണ്ട്. കണ്ടോ, വെരി ഗുഡ്. നമ്മുടെ ലൈനിൻ്റെ അടുത്ത് വീണ്ടും മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 78 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ തീരെ താഴത്തായി പോകും.
ചെറിയൊരു നല്ലൊരു ഫോള് വന്നിട്ടുണ്ട്. 5000, 6000, 9000 ബുക്ക് ചെയ്തേക്കാം നമുക്ക് ഓൾറെഡി. ഓക്കെ, കണ്ട വോൾട്ടൈലിറ്റി കണ്ട 9000 കാണിച്ചായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 6000 നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഓക്കെ, അത് കുഴപ്പമില്ല, കാരണം നല്ല വോൾട്ടൈലിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക നല്ലത്. ഏതായാലും നമ്മൾ 6000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് 1 മിനിറ്റിൽ. ഓക്കെ, താങ്ക് യു.